ഒരു ദിവസം ഒരു വ്യക്തി 4-5 നിലയുള്ള വലിയൊരു ഓഫീസ് കെട്ടിടത്തിലേക്ക് വരികയാണ്. ഒരു അഡ്രസ്സും കയ്യിൽ പിടിച്ച് എല്ലാവരോടും ചോദിക്കുകയാണ്. 3-ാമത്തെ ഫ്ലോറിൽ വന്ന് ചോദിക്കുകയാണ്, ഇവിടെ പത്രോസ് എന്ന് പേരുള്ളതായ ഒരു മനുഷ്യൻ ജോലി ചെയ്യുന്നുണ്ട്, അദ്ദേഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഇവിടെ ഇല്ല 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 എന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, ഇന്ന ബിൽഡിംഗ് ആണല്ലോ? അതെ, ഇന്ന ബിൽഡിംഗ് ആണ്. 3-ാമത്തെ ഫ്ലോറല്ലേ? അതെ, 3-ാമത്തെ ഫ്ലോറാണ്. എനിക്ക് തന്നിരിക്കുന്ന അഡ്രസ്സ് കറക്റ്റ് ആണല്ലോ, ഇത് 3-ാമത്തെ ഫ്ലോർ ആണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് പത്രോസ് എന്ന മനുഷ്യൻ ഇവിടെ ഇല്ല എന്ന് പറയുന്നത്? ഇല്ല, ഇവിടെ ജോലി ചെയ്യുന്ന പത്രോസ് എന്ന മനുഷ്യനില്ല. പത്രോസ് എന്ന പേരുള്ള ആരും ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മൂലയ്ക്കിരുന്ന് പത്രോസ് ഇത് കേൾക്കുകയാണ്. ഇവർ പറയുന്നത് കേട്ടപ്പോൾ തന്നെ അന്വേഷിച്ച് തൻ്റെ നാട്ടുകാരോ ബന്ധുക്കാരോ ആരോ വന്നിരിക്കുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. പത്രോസ് എന്ന പേരുള്ള ആരും ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ അയാൾ ചോദിച്ചു, എന്താണ്, നിങ്ങൾക്ക് ബോധമില്ലേ? ഞാനിവിടെ ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഞാനില്ല എന്ന് പറയുന്നത്? അപ്പോൾ ഉത്തരം പറഞ്ഞ വ്യക്തി പറയുകയാണ്, അയ്യോ, നിങ്ങളെക്കുറിച്ചല്ല ഇയാൾ ചോദിച്ചത്. പത്രോസ് എന്നു പേരുള്ള ഒരാളിവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അയാളെക്കുറിച്ചാണ് ചോദിച്ചത്. അയാൾ അപ്പോൾ പറഞ്ഞു, അതാണ് പറയുന്നത്, എൻ്റെ പേര് പത്രോസ് എന്നല്ലേ, 3-ാമത്തെ ഫ്ലോറിലെ ഇത്, എന്നെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അല്ല സാർ, അയാൾ ചോദിച്ചത് പത്രോസ് എന്ന ഒരാളിവിടെ ജോലി ചെയ്യുന്നുണ്ട്, അതാരാണെന്നാണ് ചോദിച്ചത്. അത് ഞാനാണല്ലോ. എന്താണ് സാറേ, സാർ ഇവിടെ എന്ത് പണിയാണ് ചെയ്യുന്നത്? അയാൾ ചോദിക്കുന്നത് ജോലി ചെയ്യുന്ന പത്രോസിനെ കുറിച്ചാണ്. പത്രോസ് എന്ന പേരുള്ള ഒരാൾ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിച്ചത്. അതായത് പണി ചെയ്യുന്ന പത്രോസിനെ കുറിച്ചാണ് ചോദിച്ചത്, അങ്ങയെക്കുറിച്ചല്ല. അങ്ങ് എന്ത് ജോലിയാണ് സാർ ചെയ്യുന്നത്? ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇവിടെ വന്നിരുന്ന് ഉറങ്ങുകയല്ലേ? 10 മിനിറ്റ് ഇടവിട്ട് ബാത്റൂമിൽ പോകുന്നത് കാണാം. ബാക്കിയുള്ള സമയത്ത് എപ്പോഴും ഫോണിൽ സംസാരിക്കുന്നത് കാണാം. ബാക്കിയുള്ള സമയങ്ങളിൽ അടുത്തിരിക്കുന്നവരുമായി വഴക്കുകൂടും. ഒരുപക്ഷെ അയാൾ ഉറക്കം തൂങ്ങുന്ന പത്രോസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങയുടെ പേര് പറഞ്ഞേനേയും. ഒരു ജോലിയും ചെയ്യാതെ വെറുതെ സമയം കളഞ്ഞ് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ തീർച്ചയായും അങ്ങയെ ഞങ്ങൾ കാണിച്ചു കൊടുത്തേനേയും. ജോലി ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇത് ലജ്ജാകരമല്ലേ? ക്രിസ്തീയ സമൂഹമേ, പ്രിയ മകനേ മകളെ, നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ സത്യസന്ധതയോടെ ജീവിക്കുക, അധ്വാനിച്ച് ജോലി ചെയ്യുക. ദൈവനാമത്തിന് നിങ്ങളിൽ കൂടി മഹത്വമുണ്ടാകുവാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഒരു പ്രാവശ്യം ഞാൻ ചൈനയിൽ പോകുവാനിടയായി. ചൈനയിൽ ചെന്നപ്പോൾ അവിടെ ഒരു പട്ടണത്തിൽ നമ്മുടെ കാൽവറി ടെമ്പിളിനെക്കുറിച്ച് അറിയാവുന്നതായ നമ്മുടെ സംസ്ഥാനത്തുള്ളതായ ഒരു വ്യക്തിയെ ഞാൻ കാണുവാനിടയായി. ഒരുപാട് കാലമായി കാൽവറി ടെമ്പിൾ വരുവാൻ ആഗ്രഹിച്ചതാണ്, അങ്ങേ കാണാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ ഇവിടെ വെച്ച് കാണുവാനുള്ള ഭാഗ്യം കിട്ടി എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, കാൽവറി ടെമ്പിളിനെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ സംസാരിക്കുന്നുണ്ടല്ലോ, എന്താണ് കാര്യമെന്ന് ചോദിച്ചു. എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ വീട്ടിലൊരു വേലക്കാരത്തി ഉണ്ടായിരുന്നു. വളരെ വിശ്വസ്തയായ വ്യക്തിയായിരുന്നു. അവരവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും പേടിക്കേണ്ടതില്ല. ഞങ്ങളുടെ പണമൊക്കെ മേശപ്പുറത്തായിരിക്കും വയ്ക്കുന്നത്, പേഴ്സൊക്കെ അതുപോലെ തന്നെ ഞങ്ങൾ വയ്ക്കും. അവരവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്യാഷ് മേശപ്പുറത്തുണ്ടെങ്കിലും അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ അവിടെ വെച്ചാലും അതെല്ലാം വളരെ സുരക്ഷിതമായിട്ട് അവിടെ തന്നെ ഇരിക്കും. ഞങ്ങൾ രാവിലെ പോയാൽ വൈകുന്നേരമായിരിക്കും വരുന്നത്. അവർ വളരെ വിശ്വസ്തയാണ്. ഞങ്ങൾ തിരികെ വരുമ്പോഴേക്കും വീടെല്ലാം നല്ലവണ്ണം അടിച്ച് വൃത്തിയാക്കി മനോഹരമായിട്ട് അവർ സൂക്ഷിക്കും. ഇന്നുവരെയും 1 രൂപ പോലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മിസ്സായിട്ടില്ല. ഒരു ചെറിയ ആഭരണമോ ചെറിയ മോതിരമോ ഒന്നും തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇതുവരെ മിസ്സായിട്ടില്ല. ഞാൻ ചോദിച്ചു ആ സഹോദരിയോട്, നിങ്ങൾ ഇത്ര വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ആയിരിക്കുന്നല്ലോ, കാരണം എന്താണ്? അപ്പോൾ പറയുകയാണ്, കാൽവറി ടെമ്പിളിലെ വിശ്വാസിയാകുന്നുവെന്ന്. ഞങ്ങൾക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി, വളരെ ആനന്ദം തോന്നി. കാൽവറി ടെമ്പിളിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് ജോലി ചെയ്താലും ചെറുതാണെങ്കിലും വലിയതാണെങ്കിലും ദൈവം കാണുന്നുണ്ട്, സത്യസന്ധതയോടെ ചെയ്യണം എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കണമെന്ന് ഞങ്ങളുടെ ദേവദാസൻ പറയാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടിയാണ് വീട്ടുകാരെ എന്നെ ഏൽപ്പിച്ചു പോകുന്നത്. ഞാൻ അത്ര സത്യസന്ധതയോടെ നോക്കുന്നതിൻ്റെ കാരണം ഞാൻ കേൾക്കുന്നതായ വചനത്തിൻ്റെ ശക്തിയാണ്. അവരുടെ ദേവദാസനായിരിക്കുന്ന എനിക്ക് തന്നെ സന്തോഷമുണ്ടായപ്പോൾ അവർക്ക് വേണ്ടി പ്രാണനെ കൊടുത്തതായ കർത്താവായ യേശുക്രിസ്തുവിന് എത്രയധികം സന്തോഷമുണ്ടാകും. ഒരു നിമിഷം ചിന്തിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളെക്കുറിച്ച് നല്ല റിപ്പോർട്ടുകൾ നൽകണം. നല്ല റിപ്പോർട്ട് നൽകത്തക്ക രീതിയിൽ നിങ്ങളുടെ പ്രവൃത്തികൾ ഉണ്ടാകണം. നിങ്ങളുടെ പെരുമാറ്റമുണ്ടായിരിക്കണം. നിങ്ങളുടെ വേഷധാരണങ്ങൾ അങ്ങനെ ആയിരിക്കണം. നിങ്ങളുടെ ആത്മീയത അങ്ങനെയായിരിക്കണം. നിങ്ങളുടെ ജോലി സത്യസന്ധത ഉണ്ടാകണം. വിശ്വസ്തയോടുകൂടി ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അവിടെ ജോലി ചെയ്യിക്കുന്നതായ അധികാരി ബോവസ് കടന്നു വന്നപ്പോൾ രൂത്തിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുകയാണ്. എന്താണ് പറയുന്നത്? രൂത്ത് വളരെ നല്ലൊരു സ്ത്രീയാണ്, വിശ്വസ്തയായവളാണ്. രാവിലെ മുതൽ ഞാൻ നോക്കുകയാണ്. വളരെ വിശ്വസ്തയോടെ തൻ്റെ ജോലി
ചെയ്യുകയാണ്. മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. അധ്വാനമാണ് കാണുന്നത്. അലസതയോ മടിയോ ഒന്നും കാണുന്നില്ല. കുറേ നേരം ജോലി ചെയ്തിട്ട് മാറി എവിടെയെങ്കിലും ഇരിക്കുന്നതായ സ്വഭാവമല്ല. കുറച്ചുനേരം വിശ്രമിക്കും, അതിനുശേഷം വീണ്ടും ജോലി ചെയ്യും. ഇങ്ങനെ അത്ഭുതകരമായ ഒരു റിപ്പോർട്ട് രൂത്തിനെക്കുറിച്ച് കൊടുക്കുകയാണ്. ഒരു നെഗറ്റീവ് കാര്യങ്ങളുമില്ല. അങ്ങനെ പോസിറ്റീവ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ബോവസ്, മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ആ വയലിൽ ഒരുപാട് ആളുകളുണ്ട്. പെർമനന്റ് ജോലിയുണ്ടായിരിക്കുന്ന അനേകം ആളുകളുണ്ട്. എന്നാൽ ജോലിയില്ലാതെ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ നിരാശയോടെ ദുഃഖത്തോടുകൂടി, ദൈവമേ, നീ ആകുന്നു എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് കയ്യിൽ ₹1 പോലുമില്ലാതെ, ആശ്രയമില്ലാതെ ആ വയലിലേക്ക് രൂത്ത് കടന്നു വന്നപ്പോൾ അത്രയും ജോലി ചെയ്യുന്ന ആളുകളുടെ മധ്യയിൽ ധനവാനായ ആ യജമാനന്റെ ദൃഷ്ടി ആരുടെ മേൽ വീണെന്ന് അറിയാമോ? എളിയവളായ രൂത്തിന്റെ മേലാണ് വീണത്. നിന്റെ കമ്പനിയിൽ 100 കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം, 1000 ആളുകളുണ്ടായിരിക്കാം, നിന്റെ ഏരിയയിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ടാകാം. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരാണോ തങ്ങൾ സേവിക്കുന്നതായ തങ്ങളുടെ ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്, അവരുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടി തീർച്ചയായും വീണിരിക്കും. സാധാരണമായി വലിയ വലിയ ആളുകൾ വലിയ വലിയ ആളുകളെ മാത്രമായിരിക്കും നോക്കുന്നത്. ധനവാന്മാരുടെ ദൃഷ്ടി ധനവാന്മാരുടെ മേലായിരിക്കും. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടി ബലവാന്മാരുടെ മേലല്ല, മറിച്ച് എളിയവരുടെ മേൽ, ബലഹീനരുടെ മേൽ, ആശ്രയമില്ലാത്തവരുടെ മേലായിരിക്കും എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടി. അവരുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടി എല്ലായ്പ്പോഴും ഉണ്ടാകും. എന്നെ ആരും കാണുന്നില്ല എന്ന് നീ വിചാരിക്കുന്നുവെന്നാൽ നിന്നെ എൻ്റെ ദൈവം കാണുന്നുണ്ട്. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, കേൾക്കപ്പെട്ട വചനത്തെ ഓർത്ത് സ്തുതിക്കുകയാണ്. കേൾക്കപ്പെട്ട ഈ വചനത്തെ നീ ഫലം കായ്പിക്കണമേ. കർത്താവേ, രൂത്തിനെ ദർശിച്ചതുപോലെ എളിയവരുടെ ജീവിതത്തിലും കർത്താവേ നല്ല വഴികൾ തുറന്നു തരണമേ. ഭാവിയെക്കുറിച്ചുള്ളതായ പ്രതീക്ഷകൾ നൽകണമേ. കർത്താവെ, ബോവസിൽ കൂടി രൂത്തിന്റെ ജീവിതത്തെ എങ്ങനെയാണ് കരം പിടിച്ചുയർത്തിയത്, ഫലവത്താക്കി മാറ്റിയത്. കർത്താവെ, തകർന്നുപോയ ജീവിതത്തെ പണിയുവാനിടയായത് അതുപോലെ തന്നെ കർത്താവ് ഇന്ന് തകർന്ന ജീവിതങ്ങളെ നീ പണിതെടുക്കുമാറാകണമേ. കർത്താവെ, ആശ്രയിപ്പാൻ ആരുമില്ലാതെ പ്രതീക്ഷകളില്ലാതെ ജീവിക്കുന്നതായ ആളുകളുടെ ജീവിതത്തിൽ നീ തന്നെ ആശ്വാസമായി വന്നുകൊണ്ടവരെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ കർത്താവെ, നിന്റെ ഹിതപ്രകാരം നിന്റെ വചനം കേൾക്കുവാനുള്ളതായ നല്ല മനസ്സ് ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ. ഞങ്ങളുടെ ഭാവി അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.